റെയിൽവേ ഇനി മാസത്തിൽ 2 തവണ ബെഡ്ഷീറ്റ് കഴുകും. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന പുതപ്പുകളുടെ ഗുണനിലവാരവും ശുചിത്വവും സംബന്ധിച്ച് നിരവധി ആശങ്കകളും ചർച്ചകളുമാണ് ഈയിടെയായി ഉയർന്നു വരുന്നത്. ദീർഘദൂര യാത്രകൾക്കായി പലപ്പോഴും സ്ലീപ്പർ ക്ലാസും AC കോച്ചും ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവരായിരിക്കും പലരും. AC കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ തലയിണയും പുതപ്പുമടക്കം യാത്രക്കാർക്ക് നൽകാറുമുണ്ട്. എന്നാൽ അടുത്തിടെ റെയിൽവേ ജീവനക്കാർ തന്നെ നടത്തിയ വെളിപ്പെടുത്തലിനൊടുവിലാണ് വിവാദങ്ങൾ ഉടലെടുത്തത്. പുതപ്പുകൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ കഴുകാറുള്ളൂ എന്നായിരുന്നു ആ വിവാദ വെളിപ്പെടുത്തൽ. ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തു. ഒടുവിൽ പുതിയ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് റെയിൽവേ. അതിന്റെ ഭാഗമായി യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകൾ ഇനി മുതൽ ഓരോ 15 ദിവസം കൂടുമ്പോഴും കഴുകണമെന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. 2 ആഴ്ച കൂടുമ്പോൾ ചൂടുള്ള നാഫ്തലിൻ ആവിയിൽ അവ അണുവിമുക്തമാക്കുകയും ചെയ്യും. ജമ്മു, ദിബ്രുഗഡ് രാജധാനി ട്രെയിനുകളിലെ എല്ലാ പുതപ്പുകളും അൾട്രാവയലറ്റ് ഉപയോഗിച്ച് അണുക്കളെ കൊല്ലുന്ന UV റോബോട്ടിക് സാനിറ്റൈസേഷൻ എല്ലാ റൗണ്ട് ട്രിപ്പിന് ശേഷവും നടത്തുമെന്നും നോർത്തേൺ റെയിൽവേ വക്താവ് ഹിമാൻഷു ശേഖർ അറിയിച്ചു. നാഫ്തലിൻ ആവിയിൽ പുതപ്പുകൾ അണുവിമുക്തമാക്കുന്നത് സമയമെടുക്കുന്ന പ്രക്രിയയാണെങ്കിലും ഏറ്റവും ഫലപ്രദമായ രീതിയാണിത്. ഓരോ ഉപയോഗശേഷവും കോട്ടൺ തുണിത്തരങ്ങൾ യന്ത്രവൽകൃത അലക്കുശാലകളിൽ കൊടുത്ത് കഴുകുമെന്നും അധികൃതർ അറിയിച്ചു. 2010 മുൻപ് 2-3 മാസത്തിലൊരിക്കലാണ് പുതപ്പുകൾ കഴുകിയിരുന്നത്. പിന്നീടത് മാസത്തിലൊരിക്കൽ എന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും 15 ദിവസമാക്കി മാറ്റി. ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളമുള്ള യാത്രക്കാർക്ക് പ്രതിദിനം 6 ലക്ഷത്തിലധികം പുതപ്പുകളാണ് നൽകി വരുന്നത്. വടക്കൻ റെയിൽവേ സോണിൽ പ്രതിദിനം 1 ലക്ഷത്തിലധികം പുതപ്പുകളും ബെഡ്റോളുകളും വിതരണം ചെയ്യുന്നുവെന്നാണ് കണക്കുകൾ.